ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക്സുകളാണ്. ഇത് വാരി ക്രഷ് ഫാബ്രിക് എന്ന് പറയും. വാരി സിൽക്ക് അല്ല, വാരി ഷിഫോൺ അല്ല. നമ്മൾ ഓൾറെഡി വാരി ഷിഫോൺ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫാബ്രിക് അല്ല, അതിൽ നിന്നും ചെറിയ ഓരോ തവണ കൊണ്ടും ചെറിയ ചെറിയ വേരിയൻസ്, അത് കളേഴ്സിൽ ചേഞ്ച് വരുന്ന പോലെ തന്നെ ഫാബ്രിക്കിലും വേരിയൻസിലും ഒരുപാട് വരുന്നുണ്ട്. ഇത് പുതിയതായിട്ട് വന്നേക്കുന്ന ഇതും നല്ല വാരി ഷിഫോൺ പോലെ തന്നെ എല്ലാവരും എടുക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഫാബ്രിക് ആട്ടോ. വാരി ക്രഷ് എന്ന് പറയുന്നത്, വാരി ക്രഷ് ഫാബ്രിക്കിൽ ഇത്രയും കളർ ടോൺസിലാണ് നമ്മൾ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡ്സ് ആണ്. ഇതൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫാബ്രിക് ആണ്. അതായത് ഭയങ്കര ഗ്ലോസി ഫിനിഷ് ഉണ്ട്. അതിൻ്റെ ഒരു ലുക്കൊക്കെ കിട്ടുന്ന നല്ല ഫാബ്രിക് ആണ്. 1140 പ്രൈസ് വന്നേക്കുക. നോർമലി ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ യെല്ലോ ബേസ് കളർന്ന് ഒരിക്കലും നമുക്ക് കറക്റ്റ് കളറായിട്ട് വരില്ല. ഇതെന്ന് പറഞ്ഞാൽ എക്സാക്ട് നമ്മുടെ ഒരു പൈനാപ്പിൾ എല്ലോ ഉണ്ടല്ലോ, ആ ഒരു യെല്ലോ ബേസ് കളറാണ്. അത് എല്ലാവർക്കും ചേരും, നല്ല കളറാണ്. അതിലാണ് ഇങ്ങനെ വർക്ക് വന്നിരിക്കുന്നത്. ചെറിയ ഒരു സിൽവർ ഫിനിഷ് ഇതിൽ കാണാമോ? ചെറുതായിട്ട് ചിലപ്പം കാണാമായിരിക്കും. എല്ലാ കളേഴ്സിലും ഒരുപോലെ വീഡിയോയിൽ വരുമ്പം കാണത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് കളർ. സോ അപ്പോൾ അതിലേക്ക് സെക്കൻഡ് കളർ വന്നിരിക്കുന്ന ഈ ഒരു ലൈലാക്ക് പിങ്ക് കളറാണ്. ബേസിനേക്കാൾ ഇച്ചിരൂടെ ഡാർക്ക്, അതായത് സെൽഫ് ടോൺ വർക്ക് തന്നെയാണ്. അതിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും വർക്കിൽ കൊടുത്തേക്കുന്നത്. നല്ല വർക്ക് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. സിൽവർ ഫിനിഷ് എല്ലാ കളറിലും വരുന്നുണ്ട്. വാരി ഷിഫോൺ വരുമ്പോൾ എല്ലാം ഒരു 1500 അടുത്ത റേഞ്ചാണ് നോർമലി നമ്മൾ കാണിച്ച എല്ലാ ഫാബ്രിക്കിലും. ഇത് കുറച്ചും കൂടെ റേഞ്ച് വൈസ് ആയിട്ട് കുറച്ചും കൂടെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട്, എന്നാൽ അതുപോലെയൊക്കെ തന്നെ നിൽക്കും. അതിൽ കുറച്ചുകൂടെ ഒരു ഓർഗൻസാടെ ആ ഒരു ട്രാൻസ്പെറൻസി ആണ്. ഇതിൽ അത്രയല്ല, അതിലും കുറച്ചുകൂടെ ഡിഫറൻസ്, ഇച്ചിരി ക്രഷ്നെസ് ഉണ്ട്. ആ ഒരു സ്റ്റൈലല്ല, ആ ഒരു ടൈപ്പ് ഓഫ് ക്രഷ്നെസ് അല്ല അതിൽ. ആ ഫാബ്രിക്കും ഈ ഫാബ്രിക്കും ചെറിയ വേരിയേഷൻസ് ഉള്ള എന്നാൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്സുകളാണ് ഇതെല്ലാം. ഇതെല്ലാം നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യാലോ കേട്ടോ. നല്ല കളർ ടോൺ, ഒരു വുഡ് റെഡ് കളർ ഷെയ്ഡാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്. ദുപ്പട്ടയിൽ വരുമ്പോൾ ബോർഡർ വർക്ക്, ചെറിയ സീക്വൻസിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 ലെയേഴ്സ് ആയിട്ടാണ് സ്കാലപ്പ് ചെയ്തേക്കുക. ടോപ്പിലെ യോക്ക് പോർഷൻ ഫുള്ളും വർക്ക്, പിന്നെ ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് ഓൾ ഓവർ സ്പ്രെഡ് ചെയ്ത് വരുന്നു. ടാൽ സാൻഡൂൺ ഫാബ്രിക്കിലാണ് ബോട്ടം പെയർ ചെയ്തേക്കുക. സോ ഇത് നമ്മൾ ഷോപ്പിലൊക്കെ ഡയറക്റ്റ് വന്ന് കണ്ടാൽ ആദ്യമേ പിടിക്കുന്ന ഒരു കളറായിരിക്കും. നല്ല കളർ ഷെയ്ഡാണ്. വീഡിയോയിൽ വളരെ പേസ്റ്റിലായിട്ടാണ് വന്നിരിക്കുന്നത്. പേസ്റ്റിലല്ല, ഒരു കൈൻഡ് ഓഫ് പീച്ച് പിങ്ക് പോലത്തെ ഒരു കളറാണ്. അതിനകത്ത് സിൽവർ ഉണ്ട്. എന്നാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ടോൺ തന്നെയാണ്. പീച്ച് പിങ്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന നോർമൽ പീച്ച് പിങ്ക് അല്ല. ഫാബ്രിക്കിൽ വരുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. അതിലൊരു സിൽവർ ഹൈലൈഷൻ വരുന്നുണ്ട്. എന്നാൽ വാരി ഷിഫോൺ അല്ല, വാരി ക്രഷ് ഫാബ്രിക് ആണിത്. സോ അതിലെ ലാസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് റെഡും അല്ല മജന്തയും അല്ല, ബിറ്റ്വീൻ ദാറ്റ് ആൻഡ് ഇതിനകത്തൊരു വേറൊരു കളറിൻ്റെ ഒരു അഡീഷനും കൂടി ഉണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഇത് ഈ ഫാബ്രിക്കിൻ്റെ സ്പെഷ്യാലിറ്റി ആണെന്ന് പറഞ്ഞൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ടോൺ ആണ് ഇത് കൊടുത്തേക്കുക. അപ്പം ഈ കളേഴ്സിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ വേണമെന്നുള്ളവർക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇതാണ് കൂട്ടത്തിലുള്ളതിൽ ഡാർക്കായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. ബാക്കിയെല്ലാം കുറച്ചും കൂടെ ലൈറ്റാണ്. പിന്നെ ആ വുഡ്, എന്താ പറയുക, ഒരു വുഡ് പോലത്തെ ഒരു കളർ ഉണ്ടല്ലോ, വുഡ് റെഡ് പോലത്തെ, അത് ഇച്ചിരി ഡാർക്കായിട്ട് നിൽക്കും. ബാക്കിയെല്ലാം ലൈറ്റാണ്. ഇതാണ് ലാസ്റ്റ് വൺ. 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.